എല്ലാവർക്കും SP കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. അത് തിരുവനന്തപുരത്ത് നിന്നും 67 കിലോമീറ്റർ അകലെ, അതായത് മാർത്താണ്ഡത്തിൽ നിന്നും 17 കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പുതുക്കട ബസ് സ്റ്റാൻഡിന് അരികിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള പാർത്ഥിവപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുര വാതിലിലാണ്. ഇതാണ് ആ ഗോപുരം, പ്രധാന വാതിൽ. ഈ ക്ഷേത്രത്തിന് 1200 വർഷം പഴക്കമുണ്ട്. എന്നാൽ ക്ഷേത്രചരിത്രം പറയുന്നത് 12-ാം നൂറ്റാണ്ട് മുതലാണ്. ആരാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്? അർജുനൻ്റെ തേരാളിയായ കൃഷ്ണൻ്റെ പാർത്ഥസാരഥി ഭാവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിലും കടന്ന് ശ്രീകോവിലിൻ്റെ മുൻപിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. മുമ്പിൽ കാണുന്നതാണ് നമസ്കാര മണ്ഡപം. ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദ്രാവിഡ വാസ്തുവിദ്യയും കേരള വാസ്തുവിദ്യയും സമന്വയിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 1200 വർഷം പഴക്കമുണ്ട്. 12-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമാണ് ഇതിന് പറയപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ദ്രാവിഡ സംസ്കാരത്തിലുള്ളതാണെന്നും ഇത് പാണ്ഡ്യന്മാരാണ് നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. 14 മുതൽ 16-ാം നൂറ്റാണ്ട് വരെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. അവരും ഈ ക്ഷേത്രം നല്ല രീതിയിൽ സംരക്ഷിച്ചിരുന്നു. പിന്നീട് കൊളോണിയൽ കാലഘട്ടത്തിൽ, അതായത് 17 മുതൽ 19 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അധീനതയിലായിരുന്നു. അവരും ഈ ക്ഷേത്രം നല്ല രീതിയിൽ സംരക്ഷിച്ചിരുന്നു. പിന്നീട് ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ പൗരാണിക ക്ഷേത്രങ്ങളെല്ലാം വിസ്മൃതിയിലാകുകയും പല ക്ഷേത്രങ്ങളും മുഗളന്മാർ അടിച്ചു തകർക്കുകയും ചെയ്തു. അങ്ങനെ സംരക്ഷണമില്ലാതെ കിടന്ന ഈ ക്ഷേത്രം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും അവരിതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുകയും ഇവിടെ ഇപ്പോൾ നിത്യപൂജയുണ്ട്. പാർത്ഥസാരഥിയാണ് പ്രധാന പ്രതിഷ്ഠ. എനിക്കിവിടെ അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. 29/12/2024 ഞായറാഴ്ച വൈകുന്നേരം 5:30 മണിക്കാണ് ഞാൻ ഈ ക്ഷേത്രമുറ്റത്ത് എത്തുന്നത്. അപ്പോൾ മുഴുക്കാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്ന പാർത്ഥസ്വാമി ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി വിഗ്രഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇതാണ് ക്ഷേത്രം. ദ്രാവിഡ സംസ്കാരത്തിലാണ്, ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ഇത് പണിതിരിക്കുന്നത്. 1200 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടേക്ക് വരാൻ ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് നേരെ മാർത്താണ്ഡത്ത് വരിക, അല്ലെങ്കിൽ വെട്ടുവന്നി, അതായത് കുഴിത്തറ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പിംഗ് വെട്ടുവന്നി. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പുതുക്കടയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി പുതുക്കട ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് 100 മീറ്റർ നടന്നാൽ വലത്തോട്ട് ഒരു ചെറിയ റോഡ്, ആ റോഡ് 1.5 കിലോമീറ്റർ നടന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്താം. അതുമല്ലെങ്കിൽ ഓട്ടോയ്ക്ക് 50 രൂപ കൊടുത്ത് ഇവിടെ എത്താം. അതാണ് ഈ ക്ഷേത്രം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശ കാഴ്ചകളാണ്. 10 ഏക്കർ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഈ സ്ഥലത്തിന്. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയായി കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസ പൂജയുണ്ട്, നിത്യപൂജയുണ്ട്, രാവിലെയും വൈകുന്നേരവും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്, 5:30 മണിക്ക് ശേഷമാണ്. ഇത് നാഗത്തറ. ഇവിടുത്തെ പ്രതിഷ്ഠകൾ, പ്രധാന പ്രതിഷ്ഠ പാർത്ഥസാരഥിയാണെങ്കിലും മറ്റ് ശൈവദേവതകളുണ്ട്. കണ്ഠേശ്വരൻ, മഹാദേവൻ, ശിവലിംഗം ആണ് രണ്ടിടത്തും വെച്ചിരിക്കുന്നത്. പിന്നെ പെരുമാൾ പ്രതിഷ്ഠയുണ്ട്. വൈഷ്ണവ ആരാധന കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ ശൈവ ദേവതകളുടെ ഒരു പ്രതിഷ്ഠ കൂടെ കാണാൻ നമുക്ക് കഴിയും. എല്ലാ ക്ഷേത്രത്തിനകത്തും വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അടുത്തിരുന്ന് പിന്നെ വീഡിയോ എടുക്കരുത്, കുറച്ച് ദൂരത്ത് നിന്ന് എടുക്കാൻ പറഞ്ഞു. ഇത് പെരുമാൾ ക്ഷേത്രം. പെരുമാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഏത് ദേവനെയാണ് സങ്കല്പിച്ചിരിക്കുന്നതെന്ന്. അതിമനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ്. 1200 വർഷം പഴമയുണ്ട് ഈ ക്ഷേത്രത്തിന്. മനോഹരമായി ഇന്നും കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുന്നു. ഒപ്പം നല്ലവരായ നാട്ടുകാരും ദിവസവും ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്. നമ്മുടെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ ഇങ്ങനെ ഒരു അപൂർവമായൊരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. ഇത് ശിവക്ഷേത്രമാണ്. ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഉത്തര കേരളത്തിൽ കാണാൻ കഴിയും, ഇങ്ങനെയുള്ള മോഡലുകൾ. പക്ഷേ ഇതിപ്പോൾ തെക്കൻ കേരളത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പലതും തമിഴരുടെ കയ്യിൽ പോയി കഴിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല.
ഈ പടിക്കെട്ടുകൾ കയറി നേരെ പോയാൽ നല്ല ഉത്തമ ലക്ഷണമുള്ള ശിവലിംഗം കാണാൻ കഴിയും. അവിടെ ദീപം കത്തിച്ചു വെച്ചിരിക്കുക. അവിടെ കയറി നിന്ന് നമുക്ക് തൊഴാം. ഈ ക്ഷേത്രത്തിൻ്റെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഘടനയും അതിൻ്റെ നിർമ്മാണവും ഒക്കെ കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. പ്രഭാതത്തിൽ വന്ന് ഇതിനെക്കാട്ടി മനോഹരമായിരിക്കും. ഞാൻ വൈകുന്നേരമാണ് വന്നത്. ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ ഉത്തര കേരളത്തിൽ പലയിടങ്ങളിലും കാണാൻ കഴിയും. തറമട്ടത്തിൽ നിന്ന് 2 അടി 3 അടി പൊക്കത്തിൽ പ്രതിഷ്ഠ വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരത്തെ പോക്ക് വെയിലിൻ്റെ കിരണങ്ങളാണ് ശ്രീകോവിലിൻ്റെ ഗോപുരത്തെ തട്ടിക്കൊണ്ട് കാണാൻ കഴിയുന്നത്. എത്ര മനോഹരമായി അവർ അതിനെ സംരക്ഷിച്ചു പോകുന്നത് കാണാൻ കഴിയും. നോക്കൂ, ഒരു വൃത്തികേടും ഒരു ഡസ്റ്റോ ഒന്നും ആ ക്ഷേത്ര പരിസരത്ത് കാണാൻ കഴിയില്ല. ഇവിടേക്ക് വരാൻ ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നേരെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരിക, വെട്ടുപന്നി കുഴിത്തറ കഴിഞ്ഞുകൊണ്ട് വെട്ടുപന്നി സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് വലത്തോട്ട് പോകുന്ന റോഡിൽ നിന്ന് പുതുക്കട എന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുക. അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ ഈ ക്ഷേത്രത്തിലെത്താം. നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഓട്ടോ പിടിച്ച് വരാം. 50 രൂപയാണ് ചാർജ്. ഇതേണ്ട ഈ ക്ഷേത്രത്തിൻ്റെ ബേസ്മെൻറ്റിൽ നോക്കുക. ആന, കുതിര തുടങ്ങിയ ശില്പങ്ങളൊക്കെ അതിമനോഹരമായി കുത്തിവെച്ചിട്ടുണ്ട്. എൻ്റെ റിയൽമി C11 എന്ന ഈ ഫോണിൽ ഒരുപാട് സൂം ചെയ്യാൻ കഴിയില്ല, എന്നാലും കാണാൻ കഴിയും. അതിമനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇവിടെ. നല്ല ശാന്തമായൊരു സ്ഥലം. ഏകദേശം 10 ഏക്കറിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തുമുള്ള കാഴ്ചകൾ കണ്ട് ഇനി പുറത്തുള്ള ചിത്രങ്ങൾ ആണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. സൂര്യകിരണങ്ങൾ പോകുന്നു വരുന്നു. അതുകൊണ്ട് ചിത്രത്തിന് അത്ര വ്യക്തതയില്ല, പോക്കുവെയിലാണ്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.